നമസ്കാരം ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിലല്ലാതെ മദ്യനയം ബജറ്റിൽ അവതരിപ്പിച്ചതിലൂടെ മുഖ്യമന്ത്രി ഗവർണറെ അപമാനിച്ചെന്ന് മുൻ നിയമമന്ത്രി എ.കെ. ബാലൻ. മദ്യനയത്തിൽ നേതാക്കളുടെ പ്രതികരണം യുഡിഎഫിന്റെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടതിന് തെളിവെന്നും മുൻ മന്ത്രി. പിണറായി വിജയൻ സംഘികളുടെ ആളാണെന്ന് പ്രചരിപ്പിച്ചവർക്കെതിരെ ഷേക്സ്പിയർ കൃതിയിലെ പ്രതികാര ദേവതയെ പോലെ തിരിച്ചടി നേരിടുകയാണെന്നും എ.കെ. ബാലൻ. വാടാനംകുറിശ്ശി റെയിൽവേ മേൽപ്പാലത്തിനു മുകളിൽ വാഹനാപകടം. സ്വകാര്യ ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 10ഓളം പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സംഭവം ഞായറാഴ്ച ഉച്ചയോടെ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാൻ. ഷൊർണൂരിൽ MDMA-യുമായി യുവതി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. 17 ഗ്രാം MDMA ഇവരിൽ നിന്നും കണ്ടെത്തി. പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശി ആഷിഖും പാലക്കാട് പുതുപ്പരിയാരം സ്വദേശിനി ഷാജിറയുമാണ് പോലീസ് വലയിലായത്. ചെറുതുരുത്തി പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ ആയുർവേദ കടയുടെ മറവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളെ പിടികൂടി. ദേശമംഗലം പല്ലൂർ സ്വദേശി 39 വയസ്സുള്ള മഹേഷാണ് പോലീസ് പിടിയിലായത്. രാജ്യത്ത് പൾസ് പോളിയോ നിർമ്മാർജ്ജന തീവ്രയജ്ഞം. പാലക്കാട് ജില്ലയിലെ 1850 കേന്ദ്രങ്ങളിൽ നിരവധി കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ 33 കേന്ദ്രങ്ങളിലായിരുന്നു തുള്ളിമരുന്ന് വിതരണം. ജില്ലയിൽ പോളിയോ തീവ്രയജ്ഞ പരിപാടി വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതായി ആരോഗ്യവകുപ്പ്. വാർത്തകൾ വിശദമായി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിലല്ലാത്ത മദ്യനയം ബജറ്റിൽ അവതരിപ്പിച്ചതിലൂടെ മുഖ്യമന്ത്രി ഗവർണറെ അപമാനിച്ചെന്ന മുൻ നിയമമന്ത്രി എ.കെ. ബാലൻ. മദ്യനയത്തിൽ നേതാക്കളുടെ പ്രതികരണം യുഡിഎഫിന്റെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടതിന് തെളിവാണ്. പിണറായി വിജയൻ സംഘിയുടെ ആളാണെന്ന് പ്രചരിപ്പിച്ചവർക്കെതിരെ ഷേക്സ്പിയർ കൃതിയിലെ പ്രതികാര ദേവതയെ പോലെ തിരിച്ചടി നേരിടുകയാണെന്നും എ.കെ. ബാലൻ പാലക്കാട്ട് പറഞ്ഞു. മുഖ്യമന്ത്രി ബജറ്റിലൂടെ അവതരിപ്പിച്ച വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് ഗവർണറുടെ നയപ്രഖ്യാപനമില്ലാത്ത വിഷയമാണ്. ഇത് ഗവർണറെ അപമാനിക്കലാണ്. നയം പ്രഖ്യാപിച്ചതിന് ശേഷമാവണം ധനബില്ലിൽ അവതരിപ്പിക്കേണ്ടെന്ന കീഴ്വഴക്കം മാറ്റാനാണ് ശ്രമം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് ഒഴിവാക്കി ധനബില്ല് അവതരിപ്പിക്കാനാകും. തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ സ്പീക്കർ ധനബില്ലിന് അനുമതി നൽകരുത്. ധനബില്ല് അവതരിപ്പിച്ചാൽ നിയമമാവും. മദ്യനികുതിയായി ബന്ധപ്പെട്ട് എക്സൈസ് മന്ത്രി പറഞ്ഞത് നിയമപരമായി ശരിയല്ലെന്ന് എ.കെ. ബാലൻ പറഞ്ഞു. പ്രതിപക്ഷത്തുണ്ടായിരുന്ന കെ.എം. ഷാജി മന്ത്രിയായപ്പോൾ നല്ല മാറ്റമുണ്ട്. കേന്ദ്രത്തിനെതിരെ ഷാജിയും UDF-ഉം ഒന്നും മിണ്ടുന്നില്ല. മാറ്റം UDF-ന് വേണ്ടിയല്ല. UDF BJP-ക്കും RSS-നും അടിമപ്പെടുകയാണ്. പിണറായി വിജയനെ സംഘിയാക്കാൻ ശ്രമിച്ചവർക്ക് തിരിച്ചടി കിട്ടുകയാണെന്നും എ.കെ. ബാലൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ബഡ്ജറ്റ് നിർദ്ദേശം ഗവർണറെ കൂടി അപമാനിക്കുന്നതാണ്. ആ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ വരാതെ ഇത് അവതരിപ്പിക്കാനാണ് പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതും. അതുകൊണ്ട് ഈ ധനബിൽ അവതരിപ്പിക്കുന്നതിൽ നിന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇടപെട്ട് നയം പ്രഖ്യാപിക്കുന്നത് വരെ ഈ ധനബിൽ മാറ്റിവെക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല നിയമസഭയെയും നിയമസാമാജികന്മാരെയും കേരളത്തെയും ഇതുപോലെ മിസ്ലീഡ് ചെയ്ത, തെറ്റിദ്ധരിപ്പിച്ച, വഞ്ചിച്ച ഒരു ബഡ്ജറ്റ് അവതരണവും അതിനെ തുടർന്നുള്ള ചില പ്രഖ്യാപനങ്ങളും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാടാനംകുറിശ്ശി റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ വാഹനാപകടം. സ്വകാര്യ ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 10ഓളം പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വാടാനംകുറിശ്ശി റെയിൽവേ മേൽപ്പാലത്തിന് മുകളിലായിരുന്നു വാഹനാപകടം ഉണ്ടായത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടി സ്വകാര്യ ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപ്രോച്ച് റോഡിന് തൊട്ടപ്പുറത്തുള്ള വളവിലായിരുന്നു അപകടമുണ്ടായത്. പട്ടാമ്പി ഭാഗത്തു നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും കുളപ്പുള്ളി ഭാഗത്തു നിന്ന് പട്ടാമ്പിയിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഇരുവാഹനത്തിലെ ഡ്രൈവർമാർക്കും ബസ്സിലെ യാത്രക്കാർക്കും ഉൾപ്പെടെ 10ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. ഉടൻ നാട്ടുകാരെത്തി രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പാതയിൽ അരമണിക്കൂറോളം ഗതാഗത തടസ്സവും ഉണ്ടായിരുന്നു. ഷൊർണൂർ ഫയർഫോഴ്സ് എത്തി പാലത്തിന് മുകളിലെ ചില്ലുകളും മറ്റും വെള്ളം ഉപയോഗിച്ച് നീക്കം ചെയ്ത ശേഷമാണ് വാഹനങ്ങളെ കടത്തിവിട്ടത്. ഷൊർണൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പിക്കപ്പ് വാൻ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായതെന്നാണ് വിവരം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓപ്പറേഷൻ തൂഫാൻ. ഷൊർണൂരിൽ MDMA-യുമായി യുവതി ഉൾപ്പെടെ 2 പേർ പോലീസ് പിടിയിലായി.
പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശി 26 വയസ്സുള്ള ആഷിഖ്, പാലക്കാട് പുതുപ്പരിയാരം സ്വദേശിനി 31 വയസ്സുള്ള ഷാജറ എന്നിവരാണ് പിടിയിലായത്. ഷൊർണൂർ SMB ജംഗ്ഷന് സമീപത്തുള്ള ലോഡ്ജിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. 17 ഗ്രാം MDMA ഇവരിൽ നിന്നും കണ്ടെടുത്തു. ചെറുതുരുത്തി പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ ആയുർവേദ കടയുടെ മറവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളെ പോലീസ് പിടികൂടി. ദേശമംഗലം പല്ലൂർ സ്വദേശിയായ കളപ്പുരയ്ക്കൽ വീട്ടിൽ 39 വയസ്സുള്ള മഹേഷിനെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. ദേശമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ആയുർവേദ കടയിൽ അരിഷ്ടം നൽകുകയും ഇതിന്റെ മറവിൽ സമീപത്തു തന്നെ വാടകയ്ക്ക് വീടെടുത്ത് ഇവിടെ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നം വിൽക്കുന്നത്. ശനിയാഴ്ച അർദ്ധരാത്രി പോലീസിന്റെ മിന്നൽ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. പ്രതിയെ ഞായറാഴ്ച കോടതിയിൽ ഹാജരാക്കും. നിരോധിത പുകയില ഉൽപ്പന്നം വേട്ടയ്ക്ക് SI ബാബു, സീനിയർ പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ, പ്രശോഭ്, CPOമാരായ ഷമീം, ഗിരീഷ്, സുധി, ഡിജോ വാഴപ്പള്ളി, സനൽ, സീന തുടങ്ങിയവരും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ദേശീയ പൾസ് പോളിയോ നിർമ്മാർജ്ജന തീവ്രയജ്ഞം പാലക്കാട് ജില്ലയിലെ 1850 കേന്ദ്രങ്ങളിൽ നിരവധി കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ 33 കേന്ദ്രങ്ങളിലായാണ് തുള്ളിമരുന്ന് നൽകിയത്. തീവ്രയജ്ഞ പരിപാടി ജില്ലയിൽ വിജയകരമായി പൂർത്തിയാക്കാനായെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ദേശീയ പൾസ് പോളിയോ നിർമ്മാർജ്ജന യജ്ഞ പരിപാടിയുടെ ഭാഗമായാണ് ജൂൺ 28 ഞായറാഴ്ച സംസ്ഥാനത്താകമാനം വിവിധ കേന്ദ്രങ്ങളിൽ കുട്ടികൾക്ക് തുള്ളിമരുന്ന് വിതരണം നടത്തിയത്. 5 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്കായിരുന്നു തുള്ളിമരുന്ന് വിതരണം. പാലക്കാട് ജില്ലയിൽ 1850 കേന്ദ്രങ്ങളിലായി നിരവധി കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഷൊർണൂർ നഗരസഭാ പ്രദേശത്തു മാത്രം 33 കേന്ദ്രങ്ങളിലാണ് തുള്ളിമരുന്ന് വിതരണം നൽകിയത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, സ്കൂളുകൾ, ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ഷൊർണൂർ റെയിൽവേ ആശുപത്രി എന്നീ കേന്ദ്രങ്ങളിലായിരുന്നു തീവ്രയജ്ഞ തുള്ളിമരുന്ന് വിതരണം. ഷൊർണൂർ മുനിസിപ്പൽ തല തീവ്രയജ്ഞ പരിപാടിയുടെ ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഷൊർണൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് തുള്ളിമരുന്ന് നൽകി നിർവഹിച്ചു. ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിലായി തുള്ളിമരുന്ന് വിതരണം വിജയകരമായി പൂർത്തിയാക്കാനായെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥൻ PV സാജൻ STVയോട് പറഞ്ഞു. ജൂൺ 28 ഞായറാഴ്ച പൾസ് പോളിയോ ദിനമാണ്. നമ്മുടെ പാലക്കാട് ജില്ലയിലും അതുപോലെ കേരള സംസ്ഥാനത്തൊട്ടാകെ 5 വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും ഇതിനു മുമ്പ് പോളിയോ വാക്സിൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് ബാധകമല്ല. എല്ലാവർക്കും നിർബന്ധമായും പോളിയോ വാക്സിൻ കൊടുക്കേണ്ടതാണ്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും നല്ല രീതിയിൽ പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മഴയൊക്കെ അതിജീവിച്ച് തന്നെ കുട്ടികളെല്ലാവരും വീട്ടിൽ എത്തുന്നുണ്ട്. നല്ല രീതിയിൽ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പോളിയോ തുള്ളിമരുന്ന് നൽകിയ കുട്ടികൾക്കും മരുന്ന് നൽകിയിരുന്നു. രാവിലെ 8 മണി മുതൽക്ക് ആരംഭിച്ച തീവ്രയജ്ഞ പരിപാടി വൈകിട്ട് 5 മണി വരെ നീണ്ടുനിന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അഖില കേരള എഴുത്തച്ഛൻ സമാജം ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരവ് 2K26 സംഘടിപ്പിച്ചു. കൂനത്ര സൗഹൃദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ട് ഈ വെബ്സൈറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചതായിട്ട് എല്ലാവരെയും അറിയിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നമുക്കറിയാം, ഒരു PSC പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡിലുള്ള ജോലിക്കാണെങ്കിൽ പോലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും പരിശീലന പരിപാടികളും മറ്റ് ക്ലാസ്സുകളും ഒക്കെ നിരന്തരമായിട്ട് കുട്ടികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ തേടാറുണ്ട്, കോഴ്സിന് ചേരാറുണ്ട്. ഓൺലൈനായും ഓഫ്ലൈനായിട്ടും ഒക്കെ ആ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പം അന്ന് 2012-17 കാലഘട്ടത്തിൽ ഞങ്ങളന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി, അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതോടൊപ്പം തന്നെ ഇരു കൂട്ടരുടെയും മാതാപിതാക്കൾക്കുമായി ഒരു വിവാഹപൂർവ്വ കൗൺസിലിംഗ് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ചിരുന്നു. വൈവാഹിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും മന്ത്രി KA തുളസി നിർവഹിച്ചു. താലൂക്ക് വൈസ് പ്രസിഡന്റ് പ്രേമലത ടീച്ചറുടെ പ്രാർത്ഥനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. താലൂക്ക് പ്രസിഡന്റ് സോമസുന്ദരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി രമേശ് കൊളേരി സ്വാഗതം പറഞ്ഞു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി VA രവീന്ദ്രൻ പ്രതിഭകളെ ആദരിച്ചു. മികച്ച സമുദായ പ്രവർത്തകൻ, ചിന്നനെഴുത്തച്ഛൻ, ആത്മീയ പ്രഭാഷകൻ രവീന്ദ്രൻ മാതന്നൂർ, മദ്രാസ് എഴുത്തച്ഛൻ വെൽഫെയർ പ്രസിഡന്റ് രാമദാസ് വേഗശ്ശേരി, മെന്റർ ട്രെയിനർ അശോക് K. ദാസ് ഒറ്റപ്പാലം, മികച്ച കർഷകൻ മോഹൻദാസ് മുക്കിലാവിൽ, വ്യവസായി C. ഉണ്ണികൃഷ്ണൻ ചെറുകര, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. സന്തോഷ്, ഡോക്ടറേറ്റ് ശ്രുതി മോഹൻ, ഡോക്ടറേറ്റ് K. സിദ്ധാർത്ഥ്, ഷോർട്ട് ഫിലിം ഡയറക്ടർ P. പ്രജിത്ത് എന്നിവർക്കാണ് ചടങ്ങിൽ ആദരവ് നൽകിയത്. ജില്ലാ പ്രസിഡന്റ് ER ഉണ്ണി ജനപ്രതിനിധികളെ ആദരിച്ചു. AKES യുവജന വിഭാഗം സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു അനുമോദന പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ശശീന്ദ്രൻ ഏറാട്ട്,
ജില്ലാ ട്രഷറർ MC ഗോപാലകൃഷ്ണൻ, മലപ്പുറം ജില്ലാ സെക്രട്ടറി രാമചന്ദ്രൻ പാണ്ടിക്കാട്, താലൂക്ക് ഓർഗനൈസിംഗ് സെക്രട്ടറി നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. PG ഗോകുൽ വെബ്സൈറ്റ് പരിചയപ്പെടുത്തി. താലൂക്ക് ട്രഷറർ PK സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ജീവിതത്തിന്റെയും പ്രകൃതിയുടെയും തലങ്ങൾ തെളിച്ചം നൽകി പാലക്കാട് കലാഗ്രാമം മലമ്പുഴ കേരള ലളിത കലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച ഏകദിന ജലഛായാചിത്ര രചന ക്യാമ്പ് ശ്രദ്ധേയമായി. ക്യാമ്പ് മലമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് N. ശ്രീജിത്ത് ഉദ്ഘാടനം നമ്മളെ എങ്ങനെ ജീവിക്കണം, നാം എങ്ങനെ ജീവിക്കണമെന്ന് ഇപ്പോൾ മൊബൈലും കമ്പ്യൂട്ടറും തന്നെ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമുക്ക് പോകുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ അനിയന്മാരും അനിയത്തിമാരും എല്ലാം തന്നെ ഈ ചിത്രരചന രീതിയിലേക്ക് എത്തി എന്നുള്ളതിൽ എനിക്ക് വലിയൊരു സന്തോഷവും അഭിമാനവും. കാരണം സ്കൂൾ കാലഘട്ടത്തിലെല്ലാം തന്നെ നമുക്കെല്ലാം അറിയാം, ചിത്രരചന മത്സരമോ അല്ലെങ്കിൽ കഥാ മത്സരമോ കവിത പാരായണമോ ഇങ്ങനെയുള്ള പരിപാടികളിലെല്ലാം തന്നെ നാം എല്ലാം പങ്കെടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് പോകുന്നതല്ല. ക്ലാസ്സിൽ നിന്നും 1-2 മണിക്കൂർ നമുക്ക് ഒഴിഞ്ഞു മാറാം എന്നുള്ള ഒരു സന്തോഷം, ഇതിൻ്റെ പേരിൽ നമുക്ക് 2-3 പിരീഡ് നമുക്ക് ഒഴിവാക്കാം എന്നുള്ള സന്തോഷത്തിൽ പോകുന്ന ആളുകൾ ഒട്ടനവധി. കാഴ്ചയിൽ മറവിക്ക് പിടികൊടുക്കാത്തവ വരയിലൂടെ തെളിഞ്ഞതോടെ പിറവി കൊണ്ടത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സംവേദമായിരുന്നു. കാലം വരുത്തുന്ന മാറ്റങ്ങളും പ്രകൃതിയുടെ ക്ഷോഭവും പ്രണയവും മനുഷ്യന്റെ കരുതലും കാഴ്ചപ്പാടും ചിത്രരചനകളിലെ പ്രമേയമായി. ക്യാമ്പ് മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. സുനിൽ മലമ്പുഴ അധ്യക്ഷത വഹിച്ചു. മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G. പ്രസന്ന, LRP കുമാർ, ഫോറിൻഡോ ദീപ്തി, വേണു എന്നിവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകൻ ജോസ് ചാലക്കൽ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയായിരുന്നു ക്യാമ്പ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ചിത്രകാരന്മാരുടെ ചിത്ര പ്രദർശനവും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പറളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ട് ബയോബിൻ വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിത്ത് അധ്യക്ഷത വഹിച്ചു. VEO വിമൽ ലാൽ പദ്ധതി വിശദീകരിച്ചു. വാർഡ് മെമ്പർമാരായ ദിവ്യ വത്സല, KN ബിന്ദു, അശോകൻ, ബിന്ദു K, ആനന്ദ് G എന്നിവർ സംസാരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ സ്വാഗതവും VEO ഫാത്തിമ നന്ദിയും പറഞ്ഞു. പരുത്തുപള്ളി LP സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം സംഘടിപ്പിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ക്ലാസും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക V. ദീപ അധ്യക്ഷത വഹിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് ഓഫീസേഴ്സ് ബാച്ച് 2017 കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് സ്മാർട്ട് ക്ലാസ് റൂം പൂർത്തിയാക്കിയത്. സ്കൂൾ മാനേജർ A. മാധവൻകുട്ടി, അധ്യാപകരായ MR രഘു, കേരള ഗ്രാമീണ പൂർവ്വ വിദ്യാർത്ഥിയും കേരള ഗ്രാമീണ ബാങ്ക് മാനേജറുമായ KS സുദർശനൻ, S. സുപ്രിയ, PTA പ്രസിഡന്റ് മഞ്ജു എന്നിവർ സംസാരിച്ചു. കോട്ടായി പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി ബീറ്റ് ഓഫീസർ K. അഭിലാഷ് ലഹരി വിരുദ്ധ ക്ലാസ് നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കര ഗവൺമെന്റ് ഹൈസ്കൂൾ 79-80 SSLC ബാച്ചിന്റെ സംഗമം മങ്കര വെസ്റ്റ് സ്റ്റാൻഡ് ഹാളിൽ നടന്നു. റിട്ടയേർഡ് അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന്റെ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും ഹോം മിനിസ്റ്ററുടെയും ഒക്കെ ജീവിതത്തിന്റെ ഹൃദയവാസങ്ങളിൽ വെച്ചാൽ റെസിഡൻസിലെല്ലാം ഒരു പെർമിഷനും ഇല്ലാതെ പോകാൻ ഒരു അനുഗ്രഹം ഒരുപക്ഷെ നമ്മൾ ഒന്നിച്ച് പഠിച്ചതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥിയും മഹാമണ്ഡലേശ്വരുമായ ഡോക്ടർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പൂർവ്വകാല വിദ്യാർത്ഥികൾ, ഉന്നത സ്ഥാനത്തിലിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെയും സ്വാമി പ്രഭാകരാനന്ദ സരസ്വതിയെയും ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും മങ്കര പഞ്ചായത്ത് അംഗവുമായ രമേശ് പറളി, പുതുവരിയാരം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ഗിരിജ രാജൻ, പങ്കജം എന്നിവരെയും ആദരിച്ചു. വാർഡംഗം രമേശ് മങ്കര, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്ന ഗിരിജ രാജൻ, പങ്കജം, CK വിജയൻ, CK കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. CK കൃഷ്ണദാസ് സ്വാഗതവും KG സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. DAWF ഷൊർണൂർ മേഖലാ സമ്മേളനവും SSLC+2 വിജയികൾക്കുള്ള അനുമോദനവും മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. പിന്നെ ശേഷിക്കാർക്കെന്ന ആനുകൂല്യം എന്ന് പറയുന്നത് ഒരു ദയയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക അവരോടുള്ള ഒരു കരുണയുടെ സിമ്പതിയുടെ പേരിലല്ല കൊടുക്കുന്നത്.
SSLC+2 വിജയികളെ നഗരസഭാ വൈസ് ചെയർമാൻ അനുരാജ് ഉപഹാരം നൽകി ആദരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VC സിന്ധു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജൂബി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സംഘടനയുടെ ഏരിയ പ്രസിഡന്റ് T മുരളീധരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി P കൃഷ്ണൻകുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രസിഡന്റ് P ശ്രീജ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ അബ്ദുൽ ജബ്ബാർ വരവുചെലവ് കണക്ക് അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് P ശ്രീജ, വൈസ് പ്രസിഡന്റ് സദാനന്ദൻ രമേശ്, സെക്രട്ടറി P കൃഷ്ണൻകുട്ടി, ജോയിന്റ് സെക്രട്ടറി രമ്യ രശ്മി, ട്രഷറർ അബ്ദുൽ ജബ്ബാർ എന്നിവരടങ്ങുന്ന 17 അംഗ മേഖലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിലല്ലാതെ മദ്യനയം ബജറ്റിൽ അവതരിപ്പിച്ചതിലൂടെ മുഖ്യമന്ത്രി ഗവർണറെ അപമാനിച്ചെന്ന് മുൻ നിയമമന്ത്രി AK ബാലൻ. മദ്യനയത്തിൽ നേതാക്കളുടെ പ്രതികരണം UDFന്റെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടതിന് തെളിവെന്നും മുൻ മന്ത്രി. പിണറായി വിജയൻ സംഘികളുടെ ആളാണെന്ന് പ്രചരിപ്പിച്ചവർക്കെതിരെ ഷേക്സ്പിയർ കൃതിയിലെ പ്രതികാര ദേവതയെ പോലെ തിരിച്ചടി നേരിടുകയാണെന്നും AK ബാലൻ. വാടാനാകുറിശി റെയിൽവേ മേൽപ്പാലത്തിനു മുകളിൽ വാഹനാപകടം. സ്വകാര്യ ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 10ഓളം പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സംഭവം ഞായറാഴ്ച ഉച്ചയോടെ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാൻ. ഷൊർണൂരിൽ MDMAയുമായി യുവതി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. 17 ഗ്രാം MDMA ഇവരിൽ നിന്നും കണ്ടെത്തി. പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശി ആഷിഖും പാലക്കാട് പുതുപ്പരിയാരം സ്വദേശിനി ഷാജിറയുമാണ് പോലീസ് വലയിലായത്. ചെറുതുരുത്തി പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ ആയുർവേദ കടയുടെ മറവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളെ പിടികൂടി. ദേശമംഗലം പല്ലൂർ സ്വദേശി 39 വയസ്സുള്ള മഹേഷാണ് പോലീസ് പിടിയിലായത്. രാജ്യത്ത് പൾസ് പോളിയോ നിർമ്മാർജ്ജന തീവ്രയജ്ഞം. പാലക്കാട് ജില്ലയിലെ 1850 കേന്ദ്രങ്ങളിൽ നിരവധി കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ 33 കേന്ദ്രങ്ങളിലായിരുന്നു തുള്ളിമരുന്ന് വിതരണം. ജില്ലയിൽ പോളിയോ തീവ്രയജ്ഞ പരിപാടി വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതായി ആരോഗ്യവകുപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.